ചിലപ്പോഴൊക്കെ ഞാൻ പിന്നോട്ട് മാറി നിന്ന് ചിന്തിക്കാറുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ തീരുമാനം, ഒന്ന് മാത്രം, എടുത്തിരുന്നെങ്കിൽ. 2010-ൽ എല്ലാ മാസവും 10,000 രൂപ നിക്ഷേപിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിലോ? അത്ര ഫാൻസി ഒന്നുമില്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഷോർട്ട്കട്ടുകളൊന്നുമില്ല, മാർക്കറ്റിന്റെ സമയക്രമമോ ട്രെൻഡുകൾ പിന്തുടരലോ ഇല്ല, വെറും 10,000 രൂപ. മാസം തോറും. അന്ന് 10,000 രൂപ ഒരു വലിയ കാര്യമായി തോന്നി. ഞാൻ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ പുതുമുഖമായിരുന്നു. എന്റെ ആദ്യ ശമ്പളം നേടുന്നു. ബില്ലുകൾ അടയ്ക്കുന്നു. ജീവിതം നയിക്കുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ, ഇപ്പോൾ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഞാൻ പ്രതിമാസം 10,000 രൂപ ചെലവഴിച്ചിട്ടുണ്ടാകും. ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. 2 തവണ ധരിച്ച വസ്ത്രങ്ങൾ വാങ്ങുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഞാൻ മാറ്റിസ്ഥാപിച്ച ഫോൺ. ഇതാ കാര്യം. 2010 മുതൽ ഇപ്പോൾ വരെ 2025-ൽ പ്രതിമാസം നിക്ഷേപിച്ച അതേ 10,000 രൂപ. എല്ലാം മാറ്റാമായിരുന്നു. നമുക്ക് അതിനെ വിഭജിക്കാം. പ്രതിമാസം 10,000 രൂപ. 15 വർഷത്തേക്ക്. അതായത് 180 മാസം. നിങ്ങൾ ആകെ 18 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടാകും. ഒറ്റരാത്രികൊണ്ട് അല്ല, ഒരു വലിയ തുകയല്ല, പതിവ് പ്രതിമാസ നിക്ഷേപം, ഒരു ശീലം പോലെ. മാന്ത്രിക ഭാഗം ഇതാ: സംയുക്തീകരണം. ചെറിയ ചുവടുകളെ വലിയ ഫലങ്ങളാക്കി മാറ്റുന്ന ആ നിശബ്ദമായ ചെറിയ ശക്തി. ആ പണം നിങ്ങൾ ലളിതമായ ഒരു നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിച്ചുവെന്ന് കരുതുക. ഇന്ത്യയിലെ മികച്ച 50 കമ്പനികളെ ട്രാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ട്. ട്രേഡിംഗ് ഇല്ല, വ്യക്തിഗത ഓഹരികൾ തിരഞ്ഞെടുക്കുന്നില്ല, ധനകാര്യ ബിരുദം ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ 18 രൂപ ലക്ഷം നിക്ഷേപം ഇന്ന് 52 രൂപനും 60 രൂപ ലക്ഷത്തിനും ഇടയിൽ വിലമതിക്കുമായിരുന്നു. അത് ഭാഗ്യമല്ല, നിങ്ങൾക്ക് വേണ്ടി സാവധാനത്തിലും നിശബ്ദമായും സ്ഥിരമായും പ്രവർത്തിക്കുന്ന വിപണി അതാണ്. നിങ്ങൾ സമ്പന്നനാകേണ്ടതില്ലായിരുന്നു. നിങ്ങൾക്ക് സമയം ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് സമയം മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ. ഇപ്പോൾ സ്വർണം. നമ്മൾ ഇന്ത്യക്കാർ സ്വർണത്തെ സ്നേഹിക്കുന്നു. അത് വൈകാരികമാണ്. അത് പാരമ്പര്യമാണ്. 2010 മുതൽ നിങ്ങൾ പ്രതിമാസം 10,000 രൂപ സ്വർണത്തിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഏകദേശം 34 രൂപ 38 രൂപ ലക്ഷം ലഭിക്കുമായിരുന്നു. ഓഹരിയോളം ഉയർന്നതല്ല, പക്ഷേ ഉറച്ചതാണ്. കൂടുതൽ സ്ഥിരതയുള്ളതും. സ്വർണം വേഗത്തിൽ വളരുന്നില്ല, പക്ഷേ അത് തകരുകയുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോഴും കൂടെയിരിക്കുന്ന ശാന്തനായ സുഹൃത്തിനെപ്പോലെയാണിത്. വെള്ളിയുടെ കാര്യമോ? അത് അത്ര പ്രചാരത്തിലുള്ള കാര്യമല്ല, പക്ഷേ വെള്ളി നിശബ്ദമായി ശക്തി പ്രാപിച്ചു. 2010-ൽ വെള്ളി കുതിച്ചുയർന്നു. പിന്നീട് അത് കുറഞ്ഞു. പിന്നീട് വീണ്ടും ഉയർന്നു. എന്നാൽ നിങ്ങൾ ഇക്കാലമത്രയും പ്രതിമാസം 10,000 രൂപ വെള്ളിയിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 40 രൂപ മുതൽ 45 രൂപ ലക്ഷം വരെ ലഭിക്കുമായിരുന്നു. മോശമല്ല, അല്ലേ? വെള്ളിക്ക് കൂടുതൽ അപകടസാധ്യതയുണ്ട്, മാത്രമല്ല കൂടുതൽ പ്രതിഫലവുമുണ്ട്. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ, സോളാർ, സാങ്കേതികവിദ്യ എന്നിവയിലെ ആവശ്യകത വർദ്ധിച്ചുവരുന്ന ഇപ്പോൾ. ഒരുപക്ഷേ നിങ്ങൾ കൂടുതൽ യാഥാസ്ഥിതികനായിരിക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന വാക്ക് നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടാകാം. ന്യായമായും. നിങ്ങൾ പ്രതിമാസം 10,000 രൂപ ഒരു സാധാരണ സ്ഥിര നിക്ഷേപത്തിൽ നിക്ഷേപിക്കുന്നുവെന്ന് പറയാം. ആഡംബരമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രതിവർഷം ഏകദേശം 6.5% വരുമാനം ലഭിക്കും. അത് നിങ്ങൾക്ക് ഏകദേശം 29 രൂപ 31 രൂപ ലക്ഷം നൽകും. അത്ര ആവേശകരമല്ല. പക്ഷേ കുറഞ്ഞത് അത് വളരുകയാണ്. കാര്യം, നിങ്ങളുടെ ബാങ്കിന് പോലും കോമ്പൗണ്ടിംഗ് അവഗണിക്കാൻ കഴിയില്ല. ഇനി അല്പം വേദനിപ്പിക്കുന്ന ഭാഗം ഇതാണ്. 2010-ൽ നമ്മളിൽ ഭൂരിഭാഗവും ഇതൊന്നും നിക്ഷേപിച്ചിരുന്നില്ല. ഞങ്ങൾ ജോലി ചെയ്യുകയായിരുന്നു. ഞങ്ങൾ ജീവിക്കുകയായിരുന്നു. ഞങ്ങൾ ജീവിതം കണ്ടെത്തുകയായിരുന്നു. എനിക്ക് മനസ്സിലായി, ജീവിതം ചെലവേറിയതാണ്. വാടക, ബില്ലുകൾ, കുടുംബം, വിദ്യാഭ്യാസം, ഇതെല്ലാം കൂടിച്ചേരുന്നു. എന്നാൽ അന്ന് ആരും വ്യക്തമായി പറയാതിരുന്ന സത്യം ഇതാ: സമ്പത്ത് വളർത്താൻ നിങ്ങൾക്ക് ധാരാളം പണം ആവശ്യമില്ല, നിങ്ങൾക്ക് സമയവും ശീലവും ആവശ്യമാണ്. അത്രമാത്രം. പ്രതിമാസം 10,000 രൂപ. പ്രതിദിനം 333 രൂപ. കാപ്പി, ലഘുഭക്ഷണം, സബ്സ്ക്രിപ്ഷനുകൾ എന്നിവയ്ക്കായി നമ്മൾ ചെലവഴിക്കുന്നതിനേക്കാൾ കുറവ് നമ്മൾ റദ്ദാക്കാൻ മറക്കുന്നു. കാലക്രമേണ സ്ഥിരമായി എടുക്കുന്ന ആ ചെറിയ തീരുമാനം നിങ്ങളുടെ ഭാവിയെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബസ് നഷ്ടപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ വേണ്ട, കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. നിക്ഷേപിക്കാൻ ഏറ്റവും നല്ല സമയം. അതെ, അത് 15 വർഷം മുമ്പായിരുന്നു. എന്നാൽ രണ്ടാമത്തെ മികച്ച സമയം ഇന്ന്. ഇപ്പോൾ ആരംഭിക്കുക. 1000 രൂപ, 5000 രൂപ, 10,000 രൂപ. നിങ്ങൾക്ക് കഴിയുന്നതെന്തും. ആരംഭിക്കുക. നിങ്ങൾ പൂർണ്ണതയുള്ളവരാകേണ്ടതില്ല, നിങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞുനോക്കുമ്പോൾ ആ ശീലം എത്രത്തോളം ശക്തമാകുമെന്ന് നിങ്ങൾ ഞെട്ടിപ്പോകും. അപ്പോൾ 2010-ൽ നിങ്ങൾ തുടങ്ങിയിരുന്നെങ്കിൽ എന്തായിരുന്നു? അതെ, ഇന്ന് നിങ്ങൾക്ക് 50 രൂപ 60 രൂപ ലക്ഷം ലഭിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ആരംഭിച്ചാൽ 2025-ൽ 2040-ൽ നിങ്ങളുടെ ഭാവി സ്വത്വം എന്ത് പറയുമെന്ന് സങ്കൽപ്പിക്കുക.
നിങ്ങൾക്ക് ഭാഗ്യം ആവശ്യമില്ല, നിങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ആവശ്യമില്ല, നിങ്ങൾ സ്ഥിരത പുലർത്തേണ്ടതുണ്ട്. കാരണം നിക്ഷേപ ലോകത്ത് സമയം സമയത്തെ മറികടക്കുന്നു. അച്ചടക്കം അറിവിനെ മറികടക്കുന്നു. ചെറിയ ചുവടുകൾ ആവർത്തിച്ച് ഒരു വലിയ കുതിച്ചുചാട്ടമായി മാറുന്നു. അതിനാൽ മുന്നോട്ടു പോകൂ. ഇപ്പോൾ ആരംഭിക്കൂ. നിങ്ങളുടെ ഭാവി സ്വത്വം നിങ്ങളോട് നന്ദി പറയും.